ഞാൻ ഗോൾഡ്മാൻ സാക്സിൻ്റെ വേറെ റിപ്പോർട്ടും കൂടെ വായിച്ചു. അത് സിമെൻറ്റ് കമ്പനീസിനെ കുറിച്ചാണ്. അതിനകത്ത് അവർ പറയുന്ന കാര്യം എന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റിൽ സിമെൻറ്റ് കമ്പനീസിൻ്റെ വോളിയൂം കുറവായിരുന്നെങ്കിൽ പോലും സിമെൻറ്റിൻ്റെ പ്രൈസസ് വളരെ സ്റ്റേബിൾ ആയിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയണത് മിക്കവാറും Q2 സിമെൻറ്റ് കമ്പനീസ് സ്റ്റേബിൾ ഏർണിങ്സ് കൊണ്ടുവന്നേക്കാം. കാര്യം പ്രൈസിന് വലിയ ചേഞ്ച് വന്നിട്ടില്ല. അതായത് പ്രൈസ് ഇൻക്രീസ് ഒക്കെ വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ പ്രൈസ് ഇൻക്രീസ് ഒക്കെ സിമെൻറ്റ് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ വോളിയൂം കുറഞ്ഞാലും അവരുടെ റിസൾട്ട്സ് മോശമാവില്ല എന്നുള്ളതാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് എന്നുള്ള. അതായത് അവർ പറയുന്നത് വെച്ചാൽ Q2 ഏർണിംഗ് സീസൺസിൽ സിമെൻറ്റ് കമ്പനീസ് നല്ല റിസൾട്ട് കൊണ്ടുവരും. Q1 ഓൾറെഡി നല്ല ബമ്പർ റിസൾട്ടായിരുന്നു. Q1ഉം Q2യും നല്ല റിസൾട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ സിമെൻറ്റ് കമ്പനീസിനെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യണം എന്നാണ് ഈ ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് അൾട്രാടെക്കിന് ഒരു ബൈ കൊടുക്കുന്നു അവർ, ശ്രീ സിമെൻസിന് ന്യൂട്രൽ റേറ്റിംഗ്, ഡാൽമിയ ഭാരതിന് ന്യൂട്രൽ റേറ്റിംഗ്, അംബുജയ്ക്ക് ന്യൂട്രൽ റേറ്റിംഗ്, JSW സിമെൻസിന് ന്യൂട്രൽ റേറ്റിംഗ്, ACCക്ക് സെല്ല്. ഇത്രയും കാര്യങ്ങളാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. നമ്മൾ ഇതൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട, അവർ പറഞ്ഞ ബൈയും സെല്ലൊന്നും നോക്കേണ്ട. ഇപ്പം അതേപോലെ തന്നെ ഒരു വലിയൊരു ബ്രോക്കറേജ് കമ്പനിയാണല്ലോ മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ സ്വിഗ്ഗിക്ക് ടാർഗറ്റ് വെച്ചിട്ട് സ്റ്റോക്ക് 2% ഡൗൺ ആണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്.